നമസ്കാരം. നമ്മളൊക്കെ ഒരു MLM കമ്പനിയിൽ നെറ്റ്വർക്ക് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന പല സംഭവങ്ങളും ഉണ്ടാകാം. നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ അപ്ലൈൻ അല്ലെങ്കിൽ ഡൗൺലൈനിൽ നിന്നും പല ആളുകളും ചെയ്യുമ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും എന്ന ഒരു മിഥ്യാധാരണയുണ്ട്. നമ്മൾ പല കമ്പനികളിലും കാണാം, പല പ്രൊഡക്റ്റ് ബേസിലുമാണ്. എന്നാൽ നമുക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഡിജിറ്റൽ ഷെയറിംഗ് സിസ്റ്റത്തിലൂടെ നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. നമ്മൾ പർച്ചേസ് ചെയ്തു, നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും കിട്ടുമെന്ന രീതിയിലുള്ള ഓട്ടോപോൾ സിസ്റ്റമൊക്കെ കാണാറുണ്ട്. അവിടെ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ കമ്പനിയിൽ ആരാണ് ഇത് മാർക്കറ്റ് ചെയ്ത് വിപണിയിൽ എത്തിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഓട്ടോപോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓട്ടോ ഫില്ലാവണമെങ്കിൽ ആരെങ്കിലുമൊക്കെ അതിൽ മാർക്കറ്റിൽ സെയിൽ ചെയ്ത് ആ ഒരു ഫുൾ കംപ്ലീറ്റ് ആകണമല്ലോ. അപ്പോൾ ആ ഒരു ഫുൾ കംപ്ലീറ്റ് ആകണമെങ്കിൽ ഒന്നും ചെയ്തില്ലെങ്കിലും കിട്ടുമെന്നത് വെറും ഒരു എത്തിക്സ് ഇല്ലാതൊരു കാര്യമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മളിതിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും കൃത്യമായിട്ട് അവരവരുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് അത് ഓട്ടോ ഫില്ലാവുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ പിന്നെ ആ ഓട്ടോ ഫുൾ അവിടെ സ്റ്റോപ്പായി പോകും. കാരണം എല്ലാവരും എന്താണ് ചെയ്യുക? നമ്മുടെ ഒരു കഥ തന്നെ എടുക്കാം. നമ്മുടെ ഒരു രാജ്യത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ഓൾറെഡി നല്ല രാജ്യഭരണത്തിലെല്ലാം കെങ്കേമനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രത്യേക വാശിയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നതൊക്കെ നിർബന്ധമായി നടപ്പിലാക്കണം എന്നുള്ളൊരു വാശി. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം വിളംബരം ചെയ്യുന്നു, നമ്മുടെ കൊട്ടാരമുറ്റത്തുള്ള കുളത്തിൽ നാളെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ മുഴുവൻ പാലായിട്ട് മാറ്റിയിരിക്കണം, ഒരു തുള്ളി വെള്ളം പോലും കാണാൻ പാടില്ലെന്ന്. അങ്ങനെയാണ് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ഒരു സിസ്റ്റം, ഓട്ടോപോൾ സിസ്റ്റത്തിനെ ഞാൻ ഇവിടെ കമ്പയർ ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ കമ്പനിയിൽ, അതായത് ആ രാജ്യത്തുള്ള ജനങ്ങളൊക്കെ ഒരു പെട്ടെന്ന് രാജ്യത്തിൻ്റെ വിളംബരം കേട്ടു, എല്ലാവരും പാൽ കൊണ്ടുപോയി കുളത്തിലൊഴിച്ച് പാൽക്കുളമാക്കി മാറ്റണമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമ്മളും നിങ്ങളെയും പോലെയുള്ള വിരുദ്ധന്മാരുണ്ടാകുമല്ലോ. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ പിറ്റേന്ന് ദിവസം രാജാവ് എഴുന്നേറ്റ് വന്നപ്പോൾ എന്താണ് രാജാവ് കണി കാണുന്നത്? എന്താണ് സംഭവിച്ചത് നോക്കാം. അതെ, നേരം പുലർന്നു. രാജാവ് കാണുന്നത് അവിടെ പതിവിലധികം ആ കുളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന വെള്ളമാണ് കാണുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? രാജാവിന് സംശയമായി, ഇവിടെ എന്ത് സംഭവമാണ് നടന്നിരിക്കുന്നത്? രാജാവ് ഒരു ദൂതനെ വിട്ടു ചോദിക്കുന്നു. ആ ദൂതൻ രഹസ്യമായി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, ഞാൻ ഓരോ വീട്ടിലും പോയി അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ സാറേ, ഞാനത് അവരേതായാലും പാലാണ് ഒഴിക്കുക, ഞാനതിൽ കുറച്ച് വെള്ളം കൊണ്ടുപോയി ഒഴിച്ചാൽ ആർക്കും മനസ്സിലാവില്ലല്ലോ, അങ്ങനെ ഞാൻ വെള്ളമാണ് ഒഴിച്ചത്. അങ്ങനെ എല്ലാ വീടുകളിലും ആ ഒരു രഹസ്യാന്വേഷണം വിഭാഗം പോയി അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത്, അടുത്ത വീട്ടിലെ ആൾ ഏതായാലും പാലൊഴിക്കും, ഞാൻ അവിടെ വെള്ളമൊഴിച്ചാൽ ആർക്കും മനസ്സിലാവില്ല. ഈ രീതിയിലാണ് രാജ്യത്തിലുള്ള മുഴുവൻ ആളുകളും ഒരേ ചിന്തയോടുകൂടി ഒരേ വിരുദ്ധന്മാരായിക്കൊണ്ട് അവിടെ എല്ലാവരും ഞാനാണ് മിടുക്കൻ എന്ന് തെളിയിച്ച് അവിടെ സംഭവിച്ചതോ അവിടെ വെള്ളം മാത്രം, ഒരാളും പാലൊഴിച്ചില്ല. ഇവിടെ അതാണ് ഓട്ടോപോൾ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന ഭാഗത്ത് ആരും ഒന്നും ചെയ്യണ്ട, ഒന്നും കൊണ്ടുവരണ്ട എന്ന് പറയുമ്പോൾ ഈ കമ്പനി ഇതിന് വേണ്ടി പ്രത്യേകിച്ച് സാലറി എംപ്ലോയീസിനെ ആരെങ്കിലും കൊണ്ടുവരുമോ? ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഓട്ടോപോൾ സിസ്റ്റം ആവുക? അപ്പോൾ നമ്മളെപ്പോഴും പ്ലാൻ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ സത്യസന്ധമായിട്ട് പറയണം. നമ്മളും നിങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ച് അത് നല്ല രീതിയിൽ സ്പീഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, സ്പീഡായിട്ട് മാർക്കറ്റിൽ സെയിൽ നടക്കുമ്പോഴാണ് ഈ ഒരു ഓട്ടോപോൾ സിസ്റ്റം വർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നേടാനും ഒരുമിച്ച് ആ ഓട്ടോപോളിലൂടെ ഓരോ 4 പേര് വരുമ്പോഴും ഇൻകം കൃത്യമായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുമെന്നത് യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. ഇവിടെ ഒരു വിരുദ്ധന്മാരെയും സൃഷ്ടിക്കാതെ എല്ലാവരും പണി ചെയ്യാൻ വരുന്നവരായിരിക്കണമെന്നാണ് നമ്മുടെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യ വശം.
അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇവിടെ ഒരാളും ഒന്നും ചെയ്യാതെ ഒന്നും ലഭിക്കുകയില്ല. നെറ്റ്വർക്കിൽ ടീം ബിൽഡ് ചെയ്യുക വേണം. ടീം ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ചെയ്യുക. നമ്മുടെ പ്രൊഡക്റ്റ് എന്തായാലും അത് മാർക്കറ്റ് ചെയ്യുക തന്നെ വേണം. അത് ഞാൻ മാർക്കറ്റ് ചെയ്യില്ല, അവർ മാർക്കറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുമെന്ന് ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ ബിരുദന്മാരും അതേ രീതിയിൽ ചിന്തിച്ചാൽ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് പോകുകയും അത് അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അത് ജാഗ്രതാപൂർവം നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നെറ്റ്വർക്ക് വലിയ വലിയ ഒരു തോൽവിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് നല്ലൊരു മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് എല്ലാവരും ചെയ്യണം എന്നുള്ള രീതിയിൽ എല്ലാവരും വർക്ക് ചെയ്താൽ മാത്രമേ ഇവിടെ വരുമാനം കിട്ടൂ എന്നുള്ള രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ വശം മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഇതിൽ ഓരോരുത്തർക്കും വിജയിക്കാനുള്ള ഒരു എളുപ്പമാർഗം. ജയ് ഹിന്ദ്, ജയ് സേവാബ്. ഓക്കെ, താങ്ക് യു.